വെൽക്കം ബാക്ക് ടു മലയാളീസ് റിയാക്ട്സ്. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ദളപതി വിജയുടെ ഒരു ട്രെയിലറാണ്, ജനനായകൻ. സോ വിത്തൗട്ട് എനി ഫർദർ ado, ലെറ്റ്സ് വാച്ച് ദ ട്രെയിലർ. என் நெஞ்சில் குடியிருக்கும் കലക്കും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. വിജയ്ക്ക് കുറച്ച് സ്വതവേള പടത്തൊക്കെ നല്ല പ്രായമായിട്ട് കാണിക്കാറ്. ഇത് കറക്റ്റ് ഇതിന് ബന്ധിക്കുന്നത് ആ ഒരു ലുക്ക്. ഇത് വേറെ ലുക്കാണല്ലോ, ഒരു പടത്തിൽ ലുക്ക് ഉണ്ടല്ലോ. തെറിയോ യൂണിഫോം മാറ്റിയുള്ളൂ. പക്ഷെ നല്ലോണം വാരും, കളക്ഷൻ വാരും. സാധനം കണ്ടിട്ട് വല്ലാത്തൊരു വൈബുണ്ട്. വിനോദിന്റെ പടം ഇതിന്റെ മുന്നേ ഏതോ വന്ന പൊട്ടിയില്ലായിരുന്നു, അതായിരുന്നു ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. പൊട്ടിയിട്ടൊന്നുമില്ല, 400 കോടി കളക്ഷന്റെ വാരിക്കണ്. നല്ല പടം. അപ്പൊ എന്ന് വെച്ചാല് ടിവിക്ക് രാഷ്ട്രീയ പാർട്ടി പ്രവേശനമൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ഫസ്റ്റ് പടല്ലേ അല്ലേ? അല്ലല്ല, ഗോട്ട ഇത് രണ്ടാമത്തെ. അല്ല, കുറച്ചൊന്ന് എന്താ പറയാ, ഒന്ന് ഫെമിലിയറൈസ് ആയിട്ട് പുള്ളിപ്പോ അതായത് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഇറക്കുന്നുണ്ടല്ലോ. പടത്തിന്റെ പേര് തന്നെ അങ്ങനെയല്ലേ, അപ്പൊ പൊളിറ്റിക്കൽ ജനനായകൻ. ഇത് ലാസ്റ്റ് പടം വിജയന്റെ ഒരു പൊളിറ്റിക്കൽ ലാസ്റ്റ് പടാന്ന് പറയുന്നുണ്ട്. ഇത് ആ റിസൾട്ട് വന്നാലേ മനസ്സിലാവുന്ന പറഞ്ഞ ലാസ്റ്റ് പടമാണല്ലോ. നമ്മളെ മമിത ബൈജു അപ്പൊ അവരൊരു പടത്തിൽ ഒരുമിച്ച് ഈ പടത്തിലാ തോന്നുന്നുണ്ട്. ഈ പടത്തിൽ അപ്പൊ അവര് ചോദിച്ചു, അതായത് എങ്ങനെ ഇനി തുടർന്ന് സിനിമയിൽ അഭിനയിക്കുമെന്ന്. അപ്പോ ഇലക്ഷന്റെ റിസൾട്ട് വരുന്നതിനനുസരിച്ചിരിക്കുന്നു. ഇനി വേറൊന്ന് ഈ ഓൺലൈൻ മീഡിയക്കാർ തള്ളിയതാണോ, വെറുതെ റീച്ച് കൂട്ടാൻ വേണ്ടിട്ട് പോസ്റ്റ് ആണോന്ന് അറിയില്ല. ഇപ്പൊ മൂപ്പര് അറിഞ്ഞിട്ടുപോലും ഉണ്ടാവില്ല. അല്ല, വിജയ് ലാസ്റ്റ് പടം എന്തോ പറഞ്ഞിരുന്നു തോന്നുന്നു, ഇന്റർവ്യൂലെന്തോ. അതിങ്ങനെ പറയടോ, അത് ജാക്കി ജാന്റെ പടം ശ്രദ്ധിച്ചില്ലേ? ഓരോ പടം ഇറങ്ങുമ്പോഴും അത് ലാസ്റ്റ് പടാ എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കും. ഈ കരാട്ടക്കിട്ട് ഇറങ്ങിയവര് ഈ ലേറ്റസ്റ്റ് ഒരു സാധനം ഇറങ്ങില്ല, അതും ലാസ്റ്റ് പടാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത്. പക്ഷെ ഇനിയും വരും. ഓഫ്, ഓർമ്മിപ്പിക്കല്ലേ. എനിക്ക് എന്ത് ഇഷ്ടമായിരുന്നു അറിയാം. ആറാമത്തെ സീരീസ് വരെ എനിക്ക് ഭയങ്കര, ആറാമത്തെ സെഗ്മെന്റ് വരെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ ശേഷം പോയി. പിന്നെ കുറച്ചിനൊക്കെ പോൾ വാക്കറിന്റെ മരണത്തെ ഇതാക്കാൻ തുടങ്ങി, അതും മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി. അതിനുണ്ണി എല്ലാം എന്താ പറയാ, എവറിത്തിങ് ഈസ് അബൌട്ട് മാർക്കറ്റിംഗ് എന്നാണല്ലോ. മറ്റേ ടിവിക്കടെ മറ്റേ ഇതില്ലേ, ഈ സിനിമയുടെ സിനോപ്സിസ് പറഞ്ഞിട്ട് ഒരാള് സർക്കാസം പോസ്റ്റ് പോലെ ഇട്ടായിരുന്നു. IAS എഴുതിയിട്ട് വേണ്ടെന്ന് വിചാരിച്ച IPS നേടാൻ പോണ നായകന്റെ പെങ്ങളെയോ മറ്റേ മകളെയോ മറ്റേ കൊല്ലുന്നു. എന്നിട്ട് അതിനെതിരെ രാഷ്ട്രീയക്കാരന്റെ മകനോ അല്ലെങ്കിൽ സഹോദരനെ കൊല്ലുന്നു. അതിനെതിരെ പോരാടാൻ പോകുന്ന നായകൻ. അവസാനം നായകൻ രാഷ്ട്രീയം കളിക്കുന്നു, രാഷ്ട്രീയം നേടുന്നു, എന്നിട്ട് അവസാനം പ്രതികാരം ചെയ്യുന്നു. എന്നിട്ട് പുള്ളിയുടെ കുറെ ഇത് മറ്റേ ഡയലോഗില്ലേ, എന്നുള്ളിൽ കൂട്ടിയിരിക്കും മുമ്പുകൾക്ക് ഡയലോഗ്. ഈ പടം കത്തോടെ നോക്കിക്കോ. ഇതിലെങ്കിലും ഐ ആം വെയിറ്റിംഗ് ഇല്ലാതിരുന്നാ മതിയായിരുന്നു. ബാക്കിയൊന്നും കുഴപ്പമില്ല. അതുകൊണ്ട് ഇന്റർവെൽ ഉണ്ടാവുന്നാണ് പറയണത്. പിന്നെ ഇപ്പൊ കേട്ടൊരു പതിവായിരിക്കും. കത്തിന്ന് തുടങ്ങിയതാണ്, കത്തിയാണ് ഫസ്റ്റ് ഐ ആം വെയിറ്റിംഗ്. അല്ല, ഇത് ഇപ്പത്തെ ഒരു സിറ്റുവേഷനിലെ മൂപ്പര് ഇപ്പോ അടുത്ത ഇലക്ഷൻ ഒക്കെ അപ്കമിങ് ഇയറിലൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാം കൂടി കൺസിഡർ ചെയ്യുമ്പോ എന്താ പറയാ, എപ്പോഴും പൊളിറ്റിക്സ്, തമിഴ്നാട് പൊളിറ്റിക്സ്, ഫിലിം ഇൻഡസ്ട്രി, അവിടുത്തെ റിലേഷൻഷിപ്പ് എപ്പോഴും ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ഈ പൊളിറ്റിക്സിലേക്ക് വന്നതും കൂടി ആവുമ്പോ ചിലപ്പോ മേ ബി ഇടോ പറയാൻ പറ്റില്ല. അത് നേരെ പടം ഫ്ലോപ്പായി പോയി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് തിരിയും. എങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല.
എടാ ടൈറ്റിൽ എടുത്തോടാ ലാസ്റ്റ്. ആ ആ ടൈറ്റിൽ ഓന്റെ അടിയിൽ ഒരു ഉണ്ട പോലത്തെ സാധനം ഉണ്ട്. ആ സംഭവം ലാസ്റ്റ് അതിന്റെ അല്ല അതിന്റെ കുറച്ച് പുറകിലോട്ടെ ഇതല്ല, ഇത് ലാസ്റ്റ് കേട്ടല്ല, അതിന്റെ തൊട്ട് മുന്നില് ടൈറ്റിലാണ്. ആ അത് എടാ അത് കുത്താടാ, അത് മറ്റേ അവര് ലെറ്ററിന്റെ മുകളിലുള്ള മലയാളത്തില് കോട്ടയം തരത്തില്ലേ? അല്ല അത് അടുത്ത ഫ്രെയിമിൽ പോകുന്നുണ്ടല്ലോ. അല്ലടാ അടുത്ത ഫ്രെയിം എടുക്ക്. അല്ല നിങ്ങൾക്ക് കാര്യമുണ്ട്. അത് അടുത്ത ഫ്രെയിമിൽ കാണുന്നില്ല. എടാ അത് ബോൾ എന്റെ കയ്യിലാന്നുള്ള സാധനമായിരിക്കും ചിലപ്പോ. അടുത്ത ഫ്രെയിം എടുക്കുക. അതിപ്പം പോവും. പോയി. എടാ അത് ഇംഗ്ലീഷിൽ വരുന്നതാ, അത് തമിഴല്ലേ? നീ പോലീസ് കേസ് അന്വേഷിക്കാൻ പോലെട്ടോ പുസ്തകമേ. അല്ല കുറ്റപ്രമേട്ടാ ഞാൻ വിചാരിച്ചു ഡയറക്ടർ ബ്രില്യൻസ് ആയിരുന്നു. പടത്തിന്റെ ടിസ്റ്റാ ഉണ്ടേലാത്. അതെ ഇത് വിജയൻ ഉണ്ടാന്ന് പറയുന്ന പൊങ്കാലായിരിക്കല്ലോ. ദിലൂപ് IPS-കാർക്ക് താടി വെക്കാൻ പറ്റുമോ? അത് സിംബോളിക് ഇതാ ഇത് ലീവിലാണ്. എടാ അല്ല വിജയിന്റെ കാര്യം ഇതായിരിക്കോടാ പെർമിഷൻ ആയിരിക്കും. ആ ശരി. ഇത് ശരിക്കും ടീസർ ആയിട്ട് ട്രെയിലർ ആയിട്ട് പരിഗണിക്കാൻ പറ്റുമോ? ടൈറ്റിൽ ടീച്ചറാന്നാ പറയുന്നത്. ടീസറല്ലോ ടൈലറല്ലോ. എന്നാ ഇനി ഇതിലെ നിങ്ങൾക്കുള്ള ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരായിട്ട് ഇതിന്റെ കഥ ഗസ് ചെയ്യണം. പടം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് ഇറങ്ങിയതിന് ശേഷം നമ്മൾ കണ്ടതിന് ശേഷം നമ്മൾ ഒരു സ്ട്രീമും കൂടി ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കുക ആർക്കാ കറക്റ്റായിട്ട് ഗസ് ചെയ്യാൻ പറ്റിയെന്ന്. മാമൻ തുടങ്ങിക്കോ. ആ ഒറ്റ പ്രാവശ്യം കൂടി ട്രെയിലർ നമ്മൾ കാണുന്നു. നടന്നു വരുന്നേ ഉള്ളൂ. അല്ല അവിടെയാണ് സ്കില്ല്. ആ നടന്നു വരുന്ന ഷോട്ട് കണ്ടിട്ട് സിനിമേന്റെ കഥേന്റെ ഏകദേശം ഒരു 50% പിടിക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് ആ വ്യക്തിക്ക് ഒരു പ്രത്യേക സമ്മാനം കൊടുക്കുന്നതായിരിക്കും. என் நெஞ்சில் குடியிருக்கும் മാമാ ഓക്കെ ഞാൻ പറയാം. എന്റെ ഒരു തോന്നൽ വെച്ചിട്ട് മലയാളത്തിൽ ഒരു പണ്ടൊരു സിനിമ ഉണ്ട് ദിലീപിന്റെ, ഇൻസ്പെക്ടർ ഗരുഡ് എന്നുള്ള സിനിമ. അതിലൊരു പോലീസ് ഓഫീസറായിട്ടാണ് ദിലീപ് ഇരിക്കുന്നത്. വളരെ കറക്റ്റഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. അതുപോലെ തന്നെ ഈ സിനിമയുടെ തുടക്കത്തിലും വിജയ് വളരെ കറക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും പൊളിറ്റിക്കൽ ടീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു പോലീസുകാരനായിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക. അങ്ങനെ പോയി പല അഴിമതികളും കാര്യങ്ങളൊക്കെ ഇവ ഇൻവോൾവ് ആയിട്ട് ലാസ്റ്റ് ഇവൻ കാരണം ആരെങ്കിലും മരിക്കുകയെ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ കാരണം ജനങ്ങൾക്ക് വലിയ നഷ്ടമോ കാര്യങ്ങളൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ ഇവന്റെ ഫാമിലിയിൽ എന്ത് ചെയ്യുന്നത് ബാധിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് മാറി ചിന്തിക്കുന്നു. 2.0 വിജയായിട്ട് സെക്കൻഡ് ഹാഫിൽ വരുന്നു. പൊളിറ്റിക്കൽ ടീമിനെ ഫുള്ള് തീർക്കുന്നു, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നു, കാണിക്കുന്നു. കഴിഞ്ഞു പോകണം. അതൊരു മൂപ്പര് തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിലേക്ക് വരുന്നു. അപ്പൊ ആ വരുന്നതിന് മുമ്പ് അവിടുത്തെ ഒരു സെറ്റപ്പ് ഒക്കെ കാണിക്കും. അവിടെ ഏതെങ്കിലും പഴയ ഗ്രാമം ക്ലിയർ ചെയ്യുന്നു, അവിടുത്തെ വില്ലന്മാരെ അടിച്ചു വെക്കുന്നു. പക്ഷെ ഇതിൽ എന്താ ട്വിസ്റ്റ് ഉണ്ടാവാന്ന് വെച്ചാല് ആ ഇതുമായിട്ട് മൂപ്പർക്ക് പഴയ എന്തോ കണക്ഷൻ ഉണ്ടായിരിക്കും. അത് വരുന്നവരെ ആർക്കും മനസ്സിലാവില്ല. പിന്നെ ആവാനുള്ളൊരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. പിന്നെ ഇനി വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്, ഇതിനകത്തുള്ള കുറെ ഡയലോഗ്സ് ഉണ്ടായിരിക്കും. അത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് സാധനമായിരിക്കും. അതായത് കുറെ പടത്തിൽ അങ്ങനെ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ ഒരു രീതിയിലായിരിക്കാം ഇത് പോകുന്നത്. അതാണ് എന്റെ ഒരു അഭിപ്രായം. ഒറ്റ സെക്കൻഡ്, അഖില് പറഞ്ഞ ഒരു പോയിന്റ് ആഡ് ചെയ്യട്ടെ. അഖില് പറഞ്ഞ ഈ പടം ഇതിനൊരു ചെറിയ കഥ കലാപമണിയുടെ ബെൻ ജോൺസണിൽ വരുന്നുണ്ട്. ശരിയാണോ? ആരും ഫുള്ള് മറന്നു. ഇവന്റെ പ്രസന്റേഷൻ കാരണേ ഞാനും അത് മറന്നു. എന്നാ ചിലപ്പോ യാദൃശ്യം മാത്രം.
രാജ അണക്കെന്താ തോന്നുന്നേ? എനിക്കുമ്പോൾ മറ്റേ ലൂസിഫറിൽ ഗുജറാത്ത് കലാപം കാണിച്ചില്ലേ, ആ അതേമാതിരി ഒരു കലാപം കാണിച്ച് ആ കലാപം ഇവൻ സോൾവ് ചെയ്യുന്ന ഒരു സ്റ്റോറി. സ്ഥിരമാതിരി നാട് രക്ഷിക്കാൻ പറ്റുന്ന ഒരു നായകൻ അതന്നെയാവും സ്ഥിരതാമന്റെ റോള്. ദിനൂപേ ലാസ്റ്റ് നാട്ടിലെ വീട്ടുകാരെ രക്ഷിക്കൂടെ അത്ര തന്നെ. ഓക്കെ. ഇത് സംഭവം സ്ഥിരം പാറ്റേൺ വെച്ചിട്ട് ഇവൻ നാട്ടിൽ നന്മയൊക്കെ, പോലീസ് ഒന്നും ആയിരിക്കില്ല, നാട്ടിൽ നന്മയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം പോലത്തെ അങ്ങനെ ഒരു സംഭവമായിരിക്കും. അതിന്റെ ഇടക്ക് നിയമം ഫെയിലാകുന്ന ഒരു സിറ്റുവേഷനിൽ ഇവൻ ഒരു ഒറ്റ സിറ്റുവേഷൻ, ഒരു ചെറിയൊരു സിറ്റുവേഷനിൽ മാത്രം നിയമം ഫെയിലാകുന്ന സമയത്ത് ഇവൻ കയറിയിട്ട് യൂണിഫോം ഇട്ടിട്ട് ഉള്ളത് അടിച്ചമർത്താൻ പോകുന്നതായിരിക്കും. ആ ഒരു സീന് മാത്രമായിരിക്കും ഇപ്പൊ കാണിച്ചിട്ടുണ്ടാവുക. ഒറ്റ കട്ട് സീന് മാത്രം കാണിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞതിന് ശേഷം സാധാരണ നോർമൽ സ്റ്റോറി പോലെ തന്നെ ഇതേപോലെ തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ നാടിന് നന്മ ചെയ്യുന്ന ഒരാളായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. പക്ഷെ ആ ഒരു ചെറിയൊരു സിറ്റുവേഷൻ മാത്രമായിരിക്കും, ജസ്റ്റ് യൂണിഫോം ഇട്ടിട്ട് നിയമം എടുക്കാന്നുള്ള രീതിയിൽ പോകുന്ന ഒരു സീന് മാത്രമായിരിക്കും കാണിച്ചിട്ടുണ്ടാവും. എവിടെയോ ജില്ലയിലെ ഒരു ഇതടിച്ചു പോയി. അല്ലല്ല, ഇതില് വിജയ്ക്ക് ഏട്ടനുണ്ടോ? മമ്മൂട്ടിലെ കൊണ്ടുവരായിരുന്നു പോക്കിരാജ് ഇറക്കിയത് 3. ഓ കറക്റ്റ്. എടാ ദിനു റിക്വസ്റ്റ് എന്താ അറിയോ, മറ്റേ അറിയില്ലേ മോഹൻലാലും കൂടിയുള്ള മറ്റേ പടമല്ലോ, തള്ളേതൊന്നും വിളിക്കാതെ എന്ന് പറഞ്ഞ പോലെ അമ്മേ എടാ ഇവനൊന്നും പറയാതടാ ദളപതി വിജയൻ. അതെ, അണ്ണനെ കുറിച്ച് എന്താണ്, പടത്തിനെ കുറിച്ച് എന്താണ് ആനന്ദിന് പറയാനുള്ളത്? അണ്ണൻ ഉയരൊക്കെ എടാ സത്യമായിട്ട് ഒന്നും അറിയില്ലടാ. അല്ല ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് നിനക്ക് കുറച്ചും കൂടി അഭിപ്രായങ്ങൾ ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ അതായത് അല്ല ഇത് പിന്നെ സ്ഥിരം പുള്ളിയുടെ ടെംപ്ലേറ്റ് പടങ്ങളെ പോലുള്ള ഒരു പടമായിരിക്കും. പിന്നെ പുള്ളി ആദ്യം എങ്ങനെ പോലീസ് വരാവുന്ന നായകൻ, പിന്നെ ഒരു ഗ്രാമത്തിലേക്ക് വരുന്നു, അവിടുന്ന് വെച്ച് എന്തെങ്കിലും ഒരു പാസം ഉണ്ടാവും, തങ്കച്ചി പാസം അല്ലെങ്കിൽ ഫാമിലി പാസം അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലുള്ള പാസം. അതിനുശേഷം പിന്നെ ചില എന്റർടൈൻമെന്റ്സ് ഒക്കെ ഉണ്ടാവും, പാട്ടുണ്ടാവും, സോങ്സ് ഉണ്ടാവും, പിന്നെ ഡാൻസ് ഉണ്ടാവും, പിന്നെ ഒരു ഫൈറ്റ് നടക്കുന്നു. പിന്നെ പുള്ളിക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാനും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും പോലീസുകാരൻ മാത്രമല്ല ഒരു ജനപ്രതിനിധിയായിട്ട് മാറാനൊക്കെ ഉള്ള ഒരു ഇതുണ്ടാവുന്നു. അങ്ങനെ പുള്ളി പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് പുള്ളി ചിലപ്പോ ആദ്യത്തെ പൊളിറ്റിക്സിൽ ജയിക്കും, ഇലക്ഷനിൽ ജയിക്കും. അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ക്ലൈമാക്സ്. ഇത്രയൊക്കെ ഉള്ളൂ. എടാ കെ വി, ആരോ അല്ലേ കർണാടക പോലീസിൽ ഉണ്ടായിരുന്നിട്ട് ഇപ്പൊ BJP പൊളിറ്റിക്സിൽ ഇറങ്ങിയ ഒരാള്? അണ്ണാമലൈ, കർണാടകയല്ല തമിഴ്നാട് IAS IPS ആണ് അണ്ണാമലൈ. എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ഒന്ന് രാജൻ പറഞ്ഞ പോലെ അത് കറക്റ്റ് റയോട്ടാണ്, പക്കാ റയോട്ടാണ്. കാരണം ഒരു ഇതില് ഷീൽഡ് പിടിച്ച് വരുന്നുണ്ട്, ഒന്നില് സോഡ് പിടിച്ച് വരുന്നുണ്ട്, ഒന്നിൽ കത്തി പിടിച്ച് വരുന്നുണ്ട്. പിന്നെ മിക്കവാറും 5 സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഒരു പ്രത്യേകതരം റയോട്ടായിരിക്കും. കാരണം നമുക്ക് മലയാളം കാണാം, പിന്നെ ഒരുവിധം എല്ലാ റീജിയണൽ ലാംഗ്വേജിനും. ഇത് കന്നഡയാണ്. താടി വെച്ച പോലീസ് ലുക്കാണ് പൊതുവെ ഫോഴ്സുകളിലെ താടി ഒരു പ്രശ്നമാണല്ലോ. പിന്നെ സിനിമാറ്റിക് ലിബർട്ടി ആയിരിക്കും. ഇതൊരു സൈഫൈ ഒരു സാധ്യതയില്ല. വിജയ് വേണമെങ്കിൽ ഇറക്കാം. ഒന്നാമത്തെ വിജയനെ പോലെ ഒരുത്തരാതെ ഉണ്ടാവും, അവരെ തട്ടും. അല്ല ചിലപ്പോ ദിനു പറഞ്ഞ പോലെ ചിലപ്പോ പോലീസ് ആയിരിക്കും, ഡീകോയ് ആയിരിക്കും. കാരണം റിവീൽ ചെയ്യാതെ ജസ്റ്റ് അതേപോലെ ഒന്ന് ഡീകോയ് പോലെ കാണിച്ചിട്ട് ആൾക്കാർക്ക് ഒരു സൈഡിൽ എക്സ്പെക്ടേഷൻ ഉണ്ടാക്കി പിന്നെ വേറെ കഥ വിളമ്പുന്ന പോലത്തെ സംഭവം. ചിലപ്പോ മൂപ്പരായി കള്ളന്മാർ ടീമായിരിക്കും, അതിലെ നായകനായിരിക്കും. പോക്കിരി. അങ്ങനെ ആവില്ല ഒരിക്കലും ആവില്ല. ഈ സമയത്ത് പ്രത്യേകിച്ച് ഇലക്ഷൻ ഒക്കെ ഉണ്ടാവും, നെഗറ്റീവോട് ചെയ്യല്ല. ഗുജറാത്തി, ഹിന്ദി, കന്നഡ, തെലുങ്ക്. നമുക്കൊരു ഫിഗർ വേണമല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പൊ രാഷ്ട്രീയത്തിലും കൂടി ഇറങ്ങിയോണ്ട് ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും ശ്രദ്ധിക്കാതെ ഈ സമയത്ത് ഒരു റിസ്ക് എടുക്കൂല. ഒരു ഊളപ്പടം എടുത്തിട്ട് ഇമേജ് കളയാനോ ഇതാക്കാനോ മൂപ്പര് ശ്രമിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഇമേജ് പോകൂല. അപ്പൊ ഗോട്ട് എന്ത് ഊളപ്പടാണ്, എത്ര കളക്ഷൻ വരുന്നുണ്ട്. അതും പോയിന്റാണ്. മക്കൾ മനസ്സുകളിൽ അത്ര കേറി കഴിഞ്ഞു, ഇനി ഇറങ്ങുന്ന കാര്യം സംശയ. ഡയറക്ടറോ അതൊന്നും നോക്കിയില്ല പറഞ്ഞു. എച്ച് വിനോദ്. എടാ മൂപ്പര മുമ്പത്തെ ഒരു പടം പറയും. ഗോട്ട് എടുത്തെന്ന് തോന്നുന്നു. ഗോട്ട് മൂപ്പരല്ലേ? അത് മറ്റേ ഇവര് മങ്കാത്തന്റെ ഡയറക്ടറാ ഗോട്ട് എടുത്ത്. വെങ്കട് പ്രഭു ആണ് ഗോട്ട് എടുത്തത്. ഇത് എച്ച് വിനോദിന്റെ സിനിമകൾ കുറച്ച് സൂപ്പർ ആണ്. ഒരു മിനിറ്റ്. എച്ച് വിനോദ് നമ്മൾ കേട്ട കുറെ സിനിമകളുണ്ട്.
ഈ വലിമൈ എനിക്ക് അത്ര പിടിക്കാത്ത പടമാണ്. വലിമയും തുനിവും വലിയ പോരാ. തുനിവ് അത്ര ഇതല്ല മൂപ്പര ഫിലിമോഗ്രഫി പേജും തോന്നുന്നു. എച്ച് വിനോദ് ഫിലിമോഗ്രഫി. വേണ്ടായിരുന്നു. ആ ഇത് കൊള്ളാം. മറ്റേ പിങ്കിന്റെ ഒറിജിനല് എന്താ നേർക്കൊണ്ട പാർവൈ. പിങ്കിന്റെ ഒറിജിനല് നേർക്കൊണ്ട പറവല്ലോ. പിങ്കിന്റെ ഒറിജിനൽ ഏതാ ശരിക്കും? പിങ്കിന്റെ അല്ലേ? പിങ്കാണോ ഒറിജിനൽ? ഇവരാണോ റീമേക്ക് ചെയ്തത്? ഓക്കെ, ഞാൻ ഈ എല്ലാം ബോളിവുഡ് റീമേക്ക് ചെയ്യുന്നോണ്ട് ഞാൻ വിചാരിച്ചു അതും അവരെവിടുന്നോ എടുത്തതായിരിക്കുന്നത്. ഈ പടം ഞാൻ കണ്ടിട്ടില്ല, നേർക്കൊണ്ടായ കണ്ടില്ല. പിങ്ക് കണ്ടിട്ടുണ്ടോ? അമിതാഭ് ബച്ചന്റെ പിങ്ക് കണ്ടിട്ടില്ല. അത് പൊളി സാധനം. കിടിലം പടം. അങ്ങനെ വിജയിന്റെ പടം, നമ്മുടെ ദളപതിയുടെ പടം അടിപൊളിയാവുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. ലെറ്റ്സ് വൈൻഡ് അപ്പ് ദിസ് ട്രെയിലർ റിയാക്ഷൻ. ഉയരാണ് എനിക്ക് അടുത്ത ലൈൻ എന്തേലും എന്നെ ഉയരാണെന്നേക്ക് ഞാൻ കാതലിക്ക മാട്ടെ. ഓരോ ആൾക്കാരായിട്ട് ഓരോ പ്ലഡ്ജ്. ഈ പടം ചിലപ്പോ മറ്റേ എമ്പുരാന്റെ ഫസ്റ്റ് ഡേ ഒക്കെ ചിലപ്പോ ക്രോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. മറ്റേ കേരളത്തിൽ തന്നെ. അത് മൂപ്പര പടം എപ്പോഴും ക്രോസ് ചെയ്യാൻ കേരളത്തിലുണ്ടാവില്ല, ഓൾ ഓവർ ഇന്ത്യയിൽ ഇപ്പൊ ഉണ്ടോ? കേരളത്തിൽ ഉണ്ടാവില്ലാന്നോ? അല്ല, പറയാൻ പറ്റില്ല. കേരളത്തിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വിജയ്ക്ക് ഇവിടെ നല്ല ഫാൻസ് ഉണ്ടോ? ഉണ്ട്, പക്ഷെ ഗോട്ടൊക്കെ പോലും സ്ഥിതിക്ക് അത് നോക്കണ്ട, ഒരു പടം വെച്ചിട്ട് അണ്ണനെ വിലയിരുത്തണ്ടായിരുന്നു. അല്ലല്ല, എന്നാ പടം കത്തിക്കര പിന്നെ കയറും. ഇത് തുടക്കത്തിൽ പ്രശ്നം ഉണ്ടാവുള്ളൂ. ലിയോന്റെ ഇപ്പൊ ഫസ്റ്റ് ഹാഫ് സൂപ്പർ ആയിരുന്നു, സെക്കൻഡ് ഹാഫ് പോയത്. ലിയോ എന്നുള്ള പടം തന്നെ ഫസ്റ്റ് ഹാഫ് സൂപ്പർ ആയിരുന്നു, സെക്കൻഡ് ഹാഫ് ആണ് പ്രശ്നമായത്. സെക്കൻഡ് ഹാഫ് കുഴപ്പമൊന്നുമില്ല, അത് പിന്നെയും കുഴപ്പമുണ്ടായിരുന്നില്ല. ഹോളിവുഡ് സ്റ്റാൻഡേർഡിൽ കഥയും ഇതൊക്കെ പറഞ്ഞ് സെക്കൻഡ് ഹാഫ് തനി തമിഴ് പടാക്കി കളഞ്ഞു. ഐ മീൻ തമിഴ് പടത്തിനെ മോശമാക്കി പറയില്ല, പക്ഷെ ആ മാസ് മസാല മിക്സിലേക്ക് കയറി കിടക്കുക. ഫസ്റ്റ് ഹാഫ് നമ്മൾ കാണുമ്പോ അത് കറക്റ്റ് ലോകേഷ് കനകരാജ് പടവും, സെക്കൻഡ് ഹാഫ് ഒരു ഓഡിയോ വിജയുടെ നിർദ്ദേശങ്ങൾ പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്താ അറിയോ, ആ ചേസിംഗ് സീനൊക്കെ ഇല്ലേ മറ്റേ പാലത്തിലൂടെ മൂപ്പർക്ക് എടുക്കാം. എന്താ അറിയോ, അർജുൻ ഒരു സ്ക്രീൻ സ്പേസ് കൊടുത്തില്ല, കുറച്ചുകൂടി കൊടുക്കായിരുന്നു. അർജുൻ എന്തോ കൊല്ലാൻ കൊണ്ടുവന്നോലെ. ലോകേഷിന്റെ അടുത്ത പടം മറ്റേ ഈ യൂണിവേഴ്സിൽ വരുന്ന അടുത്ത പടം ഏതാ? കൂലി യൂണിവേഴ്സിലാണോ? നീൻപോളിയോ രജനീകാന്ത് പക്ഷെ അത് ഇവന്റെ അല്ല, ലോകേഷിന്റെ അല്ല. ലോകേഷ് സ്ക്രിപ്റ്റോ അങ്ങനെ വേറെ പ്രൊഡ്യൂസ് ചെയ്യുന്ന. അതെ പുള്ളി ഡയറക്ട് ചെയ്യുന്നല്ല. ഓക്കെ, ലെറ്റ്സ് എൻഡ് ദിസ് വീഡിയോ. കെവി, അപ്പൊ അണ്ണൻ അങ്ങനെ ബോക്സ് ഓഫീസ് തൂക്കിക്കൊണ്ട് ഒരു മുന്നേറ്റത്തിന് തുടക്കം കുറിക്കല്ല, ഒരു പുതിയ മുന്നേറ്റം, ഒരു ചരിത്രം ഉണ്ടാക്കും. കാരണം പൊളിറ്റിക്സ് ഒക്കെ കൂടി ലിങ്ക്ഡായി നിൽക്കുകയല്ലേ. അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് പ്രതീക്ഷയോട് കാത്തിരിക്കാം. ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.